ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രണ്ടാളും കൂടി ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ഇനി നാണമാകുന്നു എന്നുള്ള കളി കളിച്ചാലുണ്ടല്ലോ. കൊടുക്കുമോളെ. അല്ല, മതിയാക്കിയോ? രാധിക മോളെ ഇത്രയും കാലം കൺമുന്നിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പഴാ ഇത്രയും സുന്ദരിയായിട്ട് തോന്നുന്നു. അത് ചുമ്മാ പറയുന്നോ? അതെന്തുകൊണ്ടാണെന്ന് അറിയോ പത്മിനി? ഇത്രയും കാലം നീ രാധികയെ നോക്കിക്കൊണ്ടിരുന്നതേ ഇഷ്ടമില്ലായ്മയോടെ, ഇപ്പൊ നോക്കുന്നത് ഇഷ്ടത്തോടെ. അതാ അതിന്റെ വ്യത്യാസം. അതെ, മനസ്സുകൊണ്ട് മകളായിട്ട് അംഗീകരിച്ചപ്പോ സൗന്ദര്യവും ഐശ്വര്യവും ഒക്കെ കൂടിയിട്ടുണ്ട്. പരമേശ്വര, വരുണിന്റെ ഐശ്വര്യത്തിനു വേണ്ടി എന്നും പ്രാർത്ഥിച്ചതും കഷ്ടപ്പെട്ടതും വ്രതമെടുത്തതും രാധിക മോള. പ്രിയങ്ക മടിച്ചു നിന്ന പല കാര്യങ്ങളും അവള് വരുണിനു വേണ്ടി ചെയ്തു. അതൊക്കെ ദൈവം കാണുന്നുണ്ടായിരുന്നു. അതിനെന്താ അമ്മേ, മോള് വരുണിന് വേണ്ടി ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കും നമ്മള് സ്നേഹം കൊണ്ട് ഇപ്പൊ പ്രതിഫലം കൊടുത്താ പോരെ? ഈ സ്നേഹം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാലേ എല്ലാവരും ഒരു വീഴ്ചയില്ലാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സൂര്യൻ അത് ഞങ്ങളെ രണ്ടുപേരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് മനസ്സിലായി. പക്ഷേ ഞങ്ങൾക്ക് വേറൊരു തീരുമാനമുണ്ട്. എന്ത്? വരുണിനും രാധികയ്ക്കും മണിയറ് ഒരുക്കുന്നത് ഞങ്ങളാ. മുത്തശ്ശി അതിനുള്ള അനുവാദം തരണം. അത് വേണോ മക്കളെ? ഇതാ ഇവിടുത്തെ കുഴപ്പം. മനസ്സറിഞ്ഞു ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങിയ അപ്പൊ തുടങ്ങും ഞങ്ങള് സംശയം. പിന്നെ എങ്ങനെയാ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത്? എന്നാ പിന്നെ അങ്ങ് സമ്മതിച്ചു കൊടുക്കമ്മേ. കുടുംബത്തിലുള്ള രണ്ട് പെണ്ണുങ്ങളുടെ ആഗ്രഹമല്ലേ? പരമേശ്വരൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അംഗീകരിക്കാം. പക്ഷേ എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയാലുണ്ടല്ലോ. എന്ത് വീഴ്ച വരാനമ്മേ? ഇത് വലിയ കെട്ടിടം കെട്ടിപ്പൊക്കാനൊന്നും അല്ലല്ലോ. ഒന്ന് അലങ്കരിച്ച പോരെ? മതി മതി. എന്നാ പിന്നെ നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നോക്കിക്കോ. ശരി അമ്മേ. വാ ചെറിയമ്മേ. അല്ല, ഈ മനസ്സ് മാറിയെന്ന് അവര് പറയുന്നത് സത്യമാണെങ്കിലേ രാധികയുടെ വരവിന് ഇതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെയില്ല.